നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. പ്രവീജാസ് വായനാലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വായനാലോകത്തിൽ അംബികാസുധൻ മാങ്ങാട് എഴുതിയ ഉദിരം എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അംബികാസുധൻ മാങ്ങാട് കാസർഗോഡ് ജില്ലയിലെ ബാര ഗ്രാമത്തിൽ ജനനം. റാങ്കുകളോടെ MA MPhil ബിരുദങ്ങൾ. കഥയിലെ കാലസങ്കല്പം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടി. അബുദാബി ശക്തി, മലയാറ്റൂർ പ്രൈസ്, VP ശിവകുമാർ കേളി, ദേശാഭിമാനി കഥാപുരസ്കാരം, OV വിജയൻ പുരസ്കാരം, പത്മരാജൻ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ് തുടങ്ങി 40 അവാർഡുകൾ ലഭിച്ചു. കൊമേഴ്ഷ്യൽ ബ്രേക്കിന് മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ ടെലിവിഷൻ അവാർഡ് 2002. കയ്യൊപ്പിൻ്റെ തിരക്കഥ രചിച്ചു. ജീവിതത്തിൻ്റെ ഉപമയുടെയും പൊന്നാറിൻ്റെയും മലയാളത്തിലെ പരിസ്ഥിതി കഥകളുടെയും മലയാളത്തിലെ തെയ്യം കഥകളുടെയും എഡിറ്റർ. സാധാരണ വേഷങ്ങൾ തൊട്ട് മഴവില്ലും ചൂരൽവടിയും വരെ 27 ചെറുകഥാ സമാഹാരങ്ങൾ. കുന്നുകൾ പുഴകൾ, ആനത്താര, പ്രാണവായു എന്നിവ പരിസ്ഥിതി കഥാസമാഹാരങ്ങളാണ്. മരക്കാപ്പിലെ തെയ്യങ്ങൾ, എന്മകജെ, മാക്കം എന്ന പെൺതെയ്യം, പൂതമ്മയുടെ കുട്ടികൾ, അല്ലോഹലൻ എന്നിവ നോവലുകൾ. എന്മകജെ കന്നഡ, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, മൈഥിലി ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഥകൾ വിവിധ ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷിലും മൊഴിമാറ്റിയിട്ടുണ്ട്. 4 നിരൂപണ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ നിലവിളികൾ അവസാനിക്കുന്നില്ല 50ാമത്തെ പുസ്തകമാണ്. 2015 കേരളത്തിലെ മികച്ച കോളേജ് അധ്യാപകനുള്ള പ്രൊഫസർ ശിവപ്രസാദ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ മലയാള വിഭാഗം അധ്യക്ഷ സ്ഥാനത്തു നിന്നും 2019 വിരമിച്ചു. ഭാര്യ രഞ്ജിനി, മക്കൾ മാളവിക, ശിവൻ. ഇനി അംബികാസുധൻ മാങ്ങാടിനെ നമ്മളോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് കേൾക്കാം. പ്രിയമുള്ളവരെ, ഞാൻ അംബികാസുധൻ മാങ്ങാട്. പ്രവീജാസ് വായനാലോകത്തിൽ എൻ്റെ ഉദിരം എന്ന കഥ ഉൾപ്പെടുത്തണം എന്ന് പ്രവീജ ആഗ്രഹം അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ സമ്മതിച്ചത്. മുമ്പും പ്രവീജ എൻ്റെ ചില കഥകൾ വായിക്കുകയും അത് നിരവധിയായ വായനക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യവും വളരെ സന്തോഷത്തോടു കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കട്ടെ. ഉദിരം എൻ്റെ ഏറ്റവും അടുത്ത കാലത്ത് വന്ന തെയ്യം കഥയാണ്. തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ച്, ഉത്തര കേരളത്തിലെ ഏറ്റവും വർണ്ണശബളമായ ഈ നാടൻ കലാരൂപത്തെക്കുറിച്ച് 30-ലധികം കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് മുഖപ്പാള എന്ന കഥയും, കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിന് പൊള്ളുന്നു എന്ന കഥയും അച്ചടിച്ചു വരികയുണ്ടായി. ഈ 2 കഥകളും നന്നായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കഥ ഓണക്കാലത്ത് തെയ്യത്തെക്കുറിച്ച് വരാനിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരന്തരം തെയ്യങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ തെയ്യത്തിൻ്റെ തോറ്റമ്പാട്ടിലെ കഥയല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ സമകാലികമോ സാർവകാലികമോ ആയ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓരോ തെയ്യം കഥയിലും പുതിയ പുതിയ വിഷയങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. ഉദരത്തിലെ വിഷയമല്ല മുഖപ്പാളയിലുള്ളത്. ദൈവത്തിന് പൊള്ളുന്നു എന്ന കഥയിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നൊരു പുതിയ വിഷയം അവതരിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എൻ്റെ തെയ്യം കഥകളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി ഉദരത്തിനുള്ളൊരു പ്രത്യേകത, ഉദിരം എഴുതി കഴിഞ്ഞിട്ട് അത് അച്ചടിക്കാൻ കൊടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമായിരുന്നു. കാരണം അതെഴുതി കഴിഞ്ഞതോട് കൂടിയിട്ട്
വല്ലാത്തൊരു ആന്തരിക ക്ഷോഭത്തിലേക്ക് ഞാൻ എത്തുകയുണ്ടായി. ഇതൊരു മാനസിക ആഘാതം പോലെയായിരുന്നു. പക്ഷേ മാതൃഭൂമി ഓണപ്പതിപ്പ് ആവശ്യപ്പെട്ട കഥ കൊടുക്കാനുള്ള സമയം ഏതാണ്ട് കഴിയാറായിരുന്നു. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെയാണ് രണ്ടാമതും ഉതിരം പകർത്തിയത്. രണ്ടാമത് എഴുതി കഴിഞ്ഞപ്പോഴും വല്ലാത്തൊരു സംഘർഷം എൻ്റെ ഉള്ളിലുണ്ടായി. എന്തിനാണ് ഇങ്ങനെ ഒരു കഥ എഴുതിയത് എന്ന് ഞാൻ സ്വയം ചോദിക്കുകയുണ്ടായി. പക്ഷെ മറ്റൊരു കഥ എഴുതി കൊടുക്കാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ കഥ ഞാൻ അയച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷേ അച്ചടിച്ച് വന്നതോടുകൂടിയിട്ട് ധാരാളമായിട്ട് വായനക്കാർ വിളിക്കുകയും വലിയ നിലയിൽ അഭിനന്ദനങ്ങൾ ഉണ്ടാവുകയും കഥ തങ്ങളെ വല്ലാത്ത രീതിയിൽ ഷോക്കടിപ്പിച്ചു എന്ന് ഒക്കെ പറയുകയും ചെയ്യുന്ന അനുഭവമുണ്ടായി. എന്തായാലും ഉദരത്തിലൂടെ ഒരു വ്യത്യസ്തമായ വിഷയം ഞാൻ പറയുന്നുണ്ട്. അത് വായനക്കാർക്ക് മനസ്സിലാകും. ഈ കഥ വായിച്ച പ്രവീജക്കും അതുപോലെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. അംബികാസുധൻ മാങ്ങാട് എഴുതിയ കഥ ഉതിരം. നിതീഷ എരിപൊരി കൊണ്ടു. അനിശ്ചിതാവസ്ഥയുടെ നടുക്കടലിൽ വീണതുപോലെ അവൾ കൈകാലിട്ടടിച്ചു. കാലത്തും ഒന്നും തിന്നിട്ടില്ല. ഉച്ചയ്ക്ക് വിളമ്പിയ തപ്പടി തെങ്ങിൻ മരട്ടിലേക്ക് തട്ടി. തൊണ്ടയിലൂടെ 2 വറ്റ് ഇറങ്ങിയിട്ട് വേണ്ടേ? മഴത്തുള്ളി പാത്രത്തിൽ വീഴുന്ന ഒച്ച കേട്ട് നിതീഷ മൊബൈൽ തുറന്നു. വീണ്ടും സുദീപിൻ്റെ വോയിസ് ക്ലിപ്പാണ്. 10-20 ആയിട്ടുണ്ടാവും. ഒന്നും തുറന്നിട്ടില്ല. നേരം വെളുത്തപ്പോൾ തൊട്ട് ജലപാനമില്ലാതെ അവൻ പരതാളിക്കാവിനകത്ത് കാത്തിരിക്കുകയാണ്. പക്ഷേ തനിക്ക് പുറത്തിറങ്ങാൻ വയ്യ. ഇന്നലെ സന്ധ്യയ്ക്ക് മാറ്റുടുത്ത് പേളിക ചുമലിലേന്തി മുറ്റത്തിറങ്ങിയപ്പോൾ അച്ഛൻ കൽപ്പിച്ചതാണ്. വാതിലടച്ച് അകത്തിരുന്നോ, ഞാൻ മടങ്ങി വരും വരെ പുറത്തിറങ്ങണ്ട. അച്ഛന് കാര്യമായ സംശയമുണ്ട്. സംശയത്തേക്കാൾ ഭയമാണ്. താൻ എന്തെങ്കിലും സാഹസം കാട്ടിക്കളയുമോ എന്ന ഭയം. 5-6 തവണ മയത്തിൽ താക്കീത് തന്നതാണ്. താണജാതിയിൽപ്പെട്ട ഒരു അടിയാളച്ചക്കനുമായുള്ള സമ്പർക്കം നമ്മളെ കുലത്തിന് ചേരിയില്ല മോളെ എന്ന്. ഒരു തവണ നിസ്സഹായനായി വിവശനായി കൈപ്പത്തികൾ മലർത്തിപ്പിടിച്ച് അഭ്യർത്ഥിച്ചു. മോളെ, നിനക്കറിയോ, 14-ാം വയസ്സിൽ തളിപ്പറമ്പത്തപ്പൻ്റെ കോട്ടുംപുറത്തുനിന്ന് കച്ചും ചുരുകിയും വാങ്ങിച്ചോനാ ഞാൻ. അങ്ങനാ വെറും കണ്ണനായ ഞാൻ കരിങ്ങാട്ട് കണ്ണൻ പെരുവണ്ണാനായത്. വേറെ ആരുണ്ട് നമ്മളെ സ്വരൂപത്തിൽ ഇത്ര ഇളം പ്രായത്തിൽ കച്ചും ചുരുക വാങ്ങിച്ചിട്ട്? അന്ന് തൊട്ട് നർക്കിലക്കാട് കോട്ടത്തിലെ പുതിയോദീൻ്റെ സ്ഥിരം കോലക്കാരനല്ലേ ഞാൻ. പുതിയാറമ്പത്തും മിക്കപ്പോഴും ഞാനല്ലേ പുതിയോദീനെ നിവർത്തിക്കണത്. ചൊല്ലുള്ള ചില താനങ്ങളിൽ തൊണ്ടച്ചനെയും മുച്ചിലോട്ടമ്മേനെയും കെട്ടിയാടുന്ന പെരുമയുള്ള കനലാടിയല്ലേ ഞാൻ. നീ വേണ്ടാതീനെ ഒന്നും ചെയ്യാറ്. ദോഷപ്പേരെന്തേലും ഉണ്ടായാലേ എനിക്ക് പിന്നെ കൊട്ടത്തിൽ കയറാൻ പാങ്ങുണ്ടാവുമോ? സുദീപനും തെയ്യക്കാരനല്ലേ അച്ഛ. ഓനും അച്ഛനെ പോലെ അണിയലങ്ങൾ അണിഞ്ഞ് ദൈവമാകുന്നോനല്ലേ. ദൈവമായാലേ അച്ഛനെ പോലെ ഓനീ മേലാളന്മാരെ തൊഴുത് വണങ്ങി നിൽക്കുന്നില്ലേ. പിന്നെന്ത് ജാതി അച്ഛ എന്നൊക്കെ തർക്കിക്കാൻ വാ തുറന്നെങ്കിലും അച്ഛൻ പെരുവണ്ണാൻ്റെ മുഖത്തെ പരവേശം കണ്ടപ്പോൾ നിതീഷ അടങ്ങി. പെരുവണ്ണാൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിറച്ചു. മോളെ നിതീഷ, നിന്റെ അമ്മ സുശീല പോയ പിന്നെ എനിക്ക് നീയല്ലേ ഉള്ളു. വഴി തെറ്റിപ്പോകാതെ കണ്ട് നിന്നെ ആണൊരുത്തൻ്റെ കയ്യിലേൽപ്പിച്ചാലേ എനിക്ക് ഗതി കിട്ടൂ. തെയ്യമായി കത്തുന്ന മേലേരിയിൽ ചാടുമ്പോഴും ഓടയിലും മുടിയിലും ആളുന്ന തീപ്പന്തങ്ങളുടെ നടുക്ക് ആടുമ്പോഴും
ഞാൻ ഒട്ടും പൊള്ളൽ അറിയലില്ല. മോളെ, ഉടുത്തുകെട്ടെല്ലാം അഴിച്ച് പച്ച മനുഷ്യനായി മാറുമ്പോഴാ എനിക്ക് പൊള്ളുന്നത്, നിന്നെക്കുറിച്ചോർത്ത്. അപ്പാ. വാക്കുകൾ നാവിലുദിക്കാതെ പെരുവണ്ണാൻ്റെ തൊണ്ടയിടറി. തിരുമുടി അണിഞ്ഞ് ദൈവമായി മാറുമ്പോൾ തട്ടകത്തിൽ വന്നുകൂടിയ ആയിരങ്ങളോട് ഇടതടവില്ലാതെ മാന്ത്രിക സൗന്ദര്യമുള്ള വാക്കുകൾ ഉതിർക്കുന്ന പെരുവണ്ണനാണ് തൻ്റെ മുമ്പാകെ ഭാഷയില്ലാതെ ഇടറുന്നതെന്ന് കണ്ടപ്പോൾ നിതീഷയ്ക്ക് വല്ലാതെ വ്യസനവും കുറ്റബോധവും തോന്നി. അമ്മ എങ്ങോട്ടാണ് പോയതെന്ന് ഇപ്പോഴും നിതീഷയ്ക്ക് തീർച്ചയില്ല. പെട്ടെന്നൊരു ദിവസം കാണാണ്ടാവുകയായിരുന്നു. ഒരു സൂചനയും അമ്മ ബാക്കി വച്ചിരുന്നില്ല. താനന്ന് 2ാം ക്ലാസ്സിലായിരുന്നു. വൈകിട്ട് വരുമ്പോൾ വരാന്തയിൽ അച്ഛൻ തളർന്നു കിടപ്പുണ്ട്. ചുറ്റിലും ബന്ധക്കാരും അയൽക്കാരും. സംഭവം അറിഞ്ഞപ്പോൾ താനും വാവിട്ടു കരഞ്ഞു. തേങ്ങയിടാൻ വരുന്ന ഏറ്റൂടൊക്കെ ചന്ദനെയും അന്നു മുതൽ കാണാതായത്രേ. താമസിയാതെ 2 ആളും ഏതോ ദൂരെ നാട്ടിലേക്ക് ഒളിച്ചോടി എന്ന കഥ നാട്ടുകാർ മെനഞ്ഞുണ്ടാക്കി. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ, ആശ്വസിപ്പിക്കാനെത്തിയ ആരുടെയും മുഖത്ത് നോക്കാതെ, മിണ്ടാട്ടമില്ലാതെ അച്ഛൻ ഒരു മൂലയിൽ കൂനിക്കൂടിയിരുന്നു. തെയ്യങ്ങൾ ഉണരുന്ന തുലാപ്പത്ത് പിറന്നിട്ടും അനക്കമുണ്ടായില്ല. അക്കൊല്ലം കോലങ്ങൾ അണിയാതെ അച്ഛൻ മാറി നിന്നു. അച്ഛന് ദേഷ്യം വരുന്നത് കണ്ടിട്ടേയില്ല. കച്ചും ചുരുകയും കൈവന്നതുകൊണ്ടാവാം അമ്മയോടും കലമ്പുന്നത് കണ്ടിട്ടില്ല. ഒളിച്ചോടിയിട്ടും അമ്മയെ ഓർത്ത് ചീത്ത വിളിച്ചിട്ടില്ല. അമ്മ ഇല്ലാതായതോടെ എൻ്റെ ഭാരം മുഴുവൻ അച്ഛൻ്റെ തലയിലായി. തീറ്റിപ്പിക്കലും ഉടുപ്പിക്കലും എല്ലാം. സ്കൂളിലേക്കുള്ള പോക്കിലും വരവിലും അനുഗമിക്കലായിരുന്നു ഏറ്റവും വിഷമിപ്പിച്ചത്. അപ്പോഴാണ് അരനാഴിക ദൂരത്ത് താമസിക്കുന്ന 4ാം ക്ലാസ്സുകാരനായ സുദീപൻ അച്ഛനെ ആശ്വാസമായത്. കാലത്ത് പടി വരെ വന്ന് കൂട്ടാനും വൈകിട്ട് കൊണ്ടാക്കാനും സുദീപനെ ചട്ടം കെട്ടി. ഒരു വടിക്കമ്പ് വീശി രക്ഷകനെ പോലെ സുദീപൻ മുന്നിൽ നടന്നു. അവൻ്റെ ഉടുപ്പുകൾ കീറിപ്പറഞ്ഞതും നിറം കെട്ടതുമായിരുന്നു. ഒരു നാൾ അവൻ വിളറിച്ചിരിയോടെ തിരിഞ്ഞു നിന്നു. നിന്നെപ്പോലെ പഠിക്കാനൊന്നല്ലാട്ടോ ഞാൻ സ്കൂളിൽ പോകുന്നത്. പിന്നെ സ്കൂളിൽ നിന്ന് കഞ്ഞിയും പയറും കിട്ടുന്നോണ്ടാ. കഞ്ഞി നിർത്തിയാലേ എൻ്റെ സ്കൂള് പൂട്ടും. ആരെങ്കിലും ദാനം ചെയ്യുന്ന കൊമ്പിച്ച പുസ്തകങ്ങളായിരുന്നു സുദീപൻ്റെ കയ്യിലുണ്ടായിരുന്നത്. സ്വന്തമായി കുടയുണ്ടായിരുന്നില്ല. മഴയുള്ള ദിവസം താളിൻ്റെ ഇല കൊത്തിയെടുത്ത് കുടയായി പിടിക്കും. താളില മറന്ന ദിവസം മഴ ഇരമ്പിയപ്പോൾ അവനെ കുടയിൽ കൂടാൻ ക്ഷണിച്ചു. പക്ഷെ അവൻ കൂട്ടാക്കിയില്ല. ഓടിച്ചെന്ന് മഴ നനയുന്ന അവനെ കുടയിൽ കൂട്ടി. അന്നേരം പഴയ വിളറിച്ചിരി അവൻ പുറത്തെടുത്തു. ഈ മഴ എൻ്റെ കുടിലിൻ്റെ ഉള്ളിലും പെയ്യുന്നുണ്ടാകും, നനയാണ്ട് പോയിട്ടും കാര്യമൊന്നുമില്ല. കുടയിൽ കൂട്ടിയ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പിറ്റേന്ന് തന്നെ പുതിയ കുട വാങ്ങിച്ച് സുദീപന് നൽകി. ആദ്യമായി കുട സ്വന്തമായതിൻ്റെ സന്തോഷം കാണേണ്ടതായിരുന്നു. അത് ഓർമ്മിച്ചപ്പോൾ നിതീഷയ്ക്ക് സംശയമുണ്ടായി. ദയ വിചാരിച്ചിട്ട് തന്നെയാവുമോ അച്ഛനന്ന് കുട വാങ്ങിച്ചു കൊടുത്തത്? അതോ ജാതിയിൽ കുറഞ്ഞവൻ മകളുടെ കുടയിൽ കയറി നിൽക്കണ്ട എന്ന് ചിന്തിച്ചിട്ടാവുമോ? 10ൽ തോറ്റതോടെ സുദീപൻ്റെ സ്കൂളിലെ കഞ്ഞികുടി മുട്ടി. പക്ഷെ അപ്പോഴേക്കും ഉശിരുള്ള തെയ്യക്കാരനായി മാറിയിരുന്നു. വീട്ടിൽ കഞ്ഞികുടിക്കൊന്നും മുട്ടില്ലാതായി. കുടിലിന് മുളിമേഞ്ഞ് മഴയെ പുറത്താക്കി. +2 പഠിക്കുന്ന കാലത്ത് ഇടയ്ക്ക് വഴിയിലൊക്കെ അവൻ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. 2ാം കൊല്ലത്തിലൊരു നാൾ പൊട്ടിച്ചിരിയോടെ സുദീപൻ തന്നോട് വർത്തമാനം പറഞ്ഞു വരുന്നത് അച്ഛൻ മുന്നിൽ കണ്ടു. ഒന്നും മിണ്ടിയില്ലെങ്കിലും അച്ഛൻ്റെ മുഖം കടലാസ് പോലെ വിളറിയത് നിതീഷ ശ്രദ്ധിച്ചു. അന്ന് രാത്രി ചോറുണ്ട് ഉറുക്കി തുപ്പുന്ന നേരം കണ്ണൻ പെരുവണ്ണാൻ കൽപ്പിച്ചു. നാളെ തൊട്ട് നീ പഠിക്കാൻ പോണ്ട, മംഗലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നീ ബാക്കി പഠിച്ചോ. നിതീഷ കുറേ കെഞ്ചി നോക്കിയെങ്കിലും പെരുവണ്ണാൻ വഴങ്ങിയില്ല. അവൾ മാർക്കറ്റിൽ പോയി വരുന്ന സമയം നോക്കി സുദീപൻ പരതാളിക്കാവിൻ്റെ വക്കിലോ
കാഞ്ഞിരക്കാടിൻ്റെ വിളുമ്പിലോ കാത്തിരുന്നു. ഒരിക്കൽ കണ്ണങ്ങാട്ട് പോതിയുടെ തിരുമുടിക്കുള്ള ചെക്കിപ്പൂവ് തേടി പരതാളിക്കാവിലെത്തിയ അച്ഛൻ ഞങ്ങളെ കണ്ടു. കാണാത്തതുപോലെ ഒന്നും മിണ്ടാതെ അച്ഛൻ ഇറങ്ങിപ്പോയി. അന്ന് വൈകിട്ട് ഉത്തരവിട്ടു, ഇനി ഈ വീട് വിട്ട് നീ ഒറ്റയ്ക്ക് പുറത്ത് പോകരുത്, എനിക്ക് ചീത്തപ്പേരുണ്ടാക്കല. നിതീഷ ഉറപ്പ് കൊടുത്തു. ഇല്ലച്ഛ, ഞാനിനി ഒറ്റയ്ക്ക് മുറ്റം കടക്കിയില്ല, ചീത്തപ്പേരുണ്ടാക്കിയില്ല. കോമരത്തെ പോലെ മൊബൈൽ വിറച്ച് തുള്ളാൻ തുടങ്ങി. സുദീപനാണ്. വോയിസ് ക്ലിപ്പുകൾ തുറക്കുന്നില്ലെന്ന് കണ്ട് വിളിക്കുകയാണ്. വീണ്ടും വീണ്ടും ബെല്ലടിച്ചു കൊണ്ടേയിരുന്നപ്പോൾ നിവൃത്തിയില്ലാതെ ഫോൺ കയ്യിലെടുത്ത് നിതീഷ ദേഷ്യപ്പെട്ടു. ഇനി വിളിക്കരുതെന്ന് കാലത്ത് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിൽ എനിക്ക് എൻ്റെ അച്ഛനാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ടേ വേറെ എന്തും ഉള്ളൂ. നീ ഫോൺ വെച്ചിട്ട് പോ. സുദീപൻ കരയുന്ന ഒച്ചയിൽ മിണ്ടി. നിതീഷ, ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോന്ന്. അതിന് മുമ്പ് ഒറ്റത്തവണ നിന്നെ കണ്ടോട്ടെ. മാസം 2 ആയില്ലേ നിന്നെ കണ്ടിട്ട്. 1 മിനിറ്റ് മതി, ഒന്ന് കണ്ടാൽ മതി. പിന്നെ നമ്മൾ തമ്മിൽ ഒരിക്കലും കാണില്ല. ഇപ്പോൾ നീ വന്നില്ലെങ്കിൽ ഈ കൂവളത്തിൻ്റെ കൊമ്പിൽ ഞാൻ. നിതീഷയുടെ ശബ്ദമിടറി. സുദീപ, ആരെങ്കിലും കണ്ടാലേ, എൻ്റെ അച്ഛൻ്റെ ചെവിയിലെത്തിയാലേ. എനിക്കറിയാം നിതീഷ, ഞാൻ ജാതിയിൽ കുറഞ്ഞോനാ. പക്ഷേലേ അതെൻ്റെ കുറ്റാ. എത്ര വട്ടം നീ എന്നെ മഴയ്ക്ക് കൂടെ കയറ്റിയിട്ടുണ്ട്, കൈ പിടിച്ചിട്ടുണ്ട്. അപ്പൊന്നും നിൻ്റെ അച്ഛനും നാട്ടാർക്കും ജാതി പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. പോംവഴിയില്ലാതെ നിതീഷ വഴങ്ങി. 1 മിനിറ്റ് മാത്രം, അപ്പാട് ഞാൻ മടങ്ങും, എന്നെ തടുക്കരുത്. ഇല്ല നിതീഷ, 1 മിനിറ്റിൽ നീ മടങ്ങിക്കോ, ഞാൻ തടുക്കിയില്ല. വാതിൽ ചാരാൻ പോലും നിൽക്കാതെ ഉടുത്ത വേഷത്തിൽ അവൾ ഊടുവഴിയിലൂടെ പാഞ്ഞു. ഭാഗ്യത്തിന് എതിരെ ആരും വന്നില്ല. വള്ളിപ്പടർപ്പുകളും കാട്ടുമരങ്ങളും നിറഞ്ഞ പരതാളിക്കാവിലേക്ക് വലിഞ്ഞു കയറുമ്പോൾ നിതീഷ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. ഇല്ല, ആരുമില്ല. കൂവളച്ചുവട്ടിൽ പരവശനായി സുദീപൻ നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ട പാടെ നിയന്ത്രണങ്ങളെല്ലാമറ്റ് നിതീഷ ഓടിച്ചെന്ന് വാരിപ്പുണർന്നു. 5-6 നിമിഷം കഴിഞ്ഞപ്പോൾ ഞെട്ടലോടെ അവനെ തള്ളിമാറ്റി 2 അടി പിറകോട്ട് മാറി. സമയം കുതിച്ചു പായുന്നതൊന്നും അവർ അറിഞ്ഞതേയില്ല. ഓരോന്ന് മിണ്ടിക്കൊണ്ടേയിരുന്നു. കാൽച്ചുവട്ടിൽ ചുള്ളിക്കൊമ്പുകൾ ഞെരിയുന്ന ഒച്ച കേട്ട് നിതീഷ തിരിഞ്ഞു നോക്കി. അവളുടെ ഉടൽ വിറച്ചു. അച്ഛൻ. താഴെ കിളയിലൂടെ പേളികയേന്തി അച്ഛൻ വരുന്നു. ഇരുവരും മരച്ചുവട്ടിലേക്ക് പതുങ്ങി. നിതീഷ കരയുന്ന ഒച്ചയിൽ മിണ്ടി, അച്ഛൻ കണ്ടൂന്ന് തോന്നുന്നു. തുറിച്ചു നോക്കിയ പോലെ തോന്നി. എനിക്ക് പേടിയാവുന്നു, എൻ്റെ പോതിയെ. സുദീപനും സംശയമുണ്ടായിരുന്നു, എങ്കിലും സമാധാനിപ്പിച്ചു. ഏയ്, കണ്ടിട്ടുണ്ടാവില്ല. മറ്റൊരു ഊടുവഴിയിലൂടെ നിതീഷ വീട്ടിലേക്ക് തീപ്പാറ്റയെപ്പോലെ പാഞ്ഞു. പിന്നാമ്പുറത്തൂടെ അകത്ത് കയറി. മുറിയിലൊന്നും അച്ഛൻ്റെ അനക്കം കേട്ടില്ല. കിതപ്പമർത്തിപ്പിടിച്ച് മുൻനിരയിലേക്ക് നടന്നു. പേളിക ഇരുത്തി ഇറക്കി വെച്ച് അച്ഛൻ എങ്ങോ ഇറങ്ങിപ്പോയിരുന്നു. ഒറ്റയ്ക്കായിട്ടും അവൾ ചെറുതായി വിറച്ചുകൊണ്ടിരുന്നു. തെയ്യച്ചമയങ്ങൾ നിറച്ച ഭാരിച്ച പേളികയെടുത്ത് അവൾ പടിഞ്ഞാറ്റയിൽ ഇറക്കി വെച്ചു. ഇരുട്ട് മൂത്തപ്പോഴാണ് പെരുവണ്ണാൻ മടങ്ങി വന്നത്. ആടിക്കുഴഞ്ഞുള്ള പടികയറ്റം കണ്ടപ്പോൾ നിതീഷ ഉറപ്പിച്ചു, പോയത് ഷാപ്പിലേക്ക് തന്നെ. വിറയിലറിയിക്കാതെ അവൾ ചോദിച്ചു, അച്ഛന് ചോറ് വിളമ്പട്ടെ? മോള് ബയിച്ചോ? ഇല്ല. എന്നാലേ 2 ആക്കും വിളമ്പിക്കോ. പെട്ടെന്ന് കറണ്ട് പോയി. ഭാഗ്യമായെന്ന് നിതീഷ കരുതി. മുഖം കാണില്ലല്ലോ. ചിമ്മിണിക്കൂട് കത്തിച്ച് ചോറ് വിളമ്പി. ഒരു പാത്രം അച്ഛന് മുമ്പിൽ വെച്ചു. അല്പം നീങ്ങിയിരുന്ന് അവൾ തൻ്റെ പാത്രത്തിൽ നിന്നും ഒരു പിടിവാരി വായിലിട്ടു. ഇറങ്ങാത്തത് കൊണ്ട് വെള്ളം കുടിച്ചു. പെരുവണ്ണാൻ
ചോറ് മുഴുവൻ വാരിത്തിന്നു. മുരുടയിലെ വെള്ളം കുടുകുടാ കുടിച്ചു. കൈ കഴുകി വന്ന് ഇരുത്തിയിലിരുന്ന് മുറുക്കാൻ പൊതി അഴിച്ചു. വെറ്റിലയിൽ നൂറ് തേച്ച് ഒരു കഷ്ണം പുകയില ചുരുട്ടി വെച്ച് വായിലിട്ട് ചവച്ചു. പുറത്തെ ഇരുട്ടിലേക്ക് നീട്ടി തുപ്പിയ ശേഷം തൊണ്ട ശരിയാക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, മോളെ, എനക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. നിതീഷയുടെ കാൽവിരലുകളിൽ നിന്നും ഭയത്തിൻ്റെ മിന്നൽ തലച്ചോറിലേക്ക് പാഞ്ഞു കയറി. ഉറപ്പായി അച്ഛൻ തങ്ങളെ കണ്ടിട്ടുണ്ട്. നീ കൈ കഴുകിയിട്ട് വാ. രണ്ടാമത്തെ ചോറുരുള പ്ലേറ്റിൽ തന്നെ ഇട്ട് അവൾ എഴുന്നേറ്റു. പാത്രങ്ങൾ അടുക്കളയിൽ വെച്ച് കൈ കഴുകി വന്ന് വാതിൽ മറവിൽ നിന്നു. വാതിൽ ഞരങ്ങി. പെരുവണ്ണാൻ മറ്റാരുടെയോ ഒച്ചയിൽ ഉരുവിട്ടു. മോളെ, നിനക്കറിയോ, നിൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു ദൈവമായിരുന്നു. കല്യാണക്കാലത്തൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കെട്ടിയാടുന്ന തെയ്യങ്ങൾ കണ്ട് എന്നെ ഒരു മനുഷ്യനായി കാണാൻ കഴിയാണ്ടായി. നിന്നെ പെറ്റ ശേഷം. ഒരിട നിർത്തി അയാൾ തുടർന്നു. ഒരച്ഛന് മകളോട് പറയാൻ പറ്റുന്ന കാര്യമല്ല അതൊന്നും. ഞാൻ കുടിച്ചിട്ട് പറയുന്നതാണെന്ന് നീ കരുതണ്ട. ഇത് പറയാൻ വേണ്ടിയിട്ടാ ഞാനിന്ന് കുടിച്ചത്. കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം ഇതല്ല. പറഞ്ഞാൽ നിനക്കത് താങ്ങാൻ പറ്റുമോയെന്നറിയില്ല. നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും? ഉത്കണ്ഠയോടെ നിതീഷ ധൈര്യം പകർന്നു. അച്ഛൻ പറയ്, ഞാൻ കേൾക്കാം. ശക്തി സംഭരിച്ച് പെരുവണ്ണാൻ ഉരിയാടി. മോളെ, നിൻ്റെ അമ്മ സുശീല ഒളിച്ചോടിയതല്ല. നിതീഷ സ്തംഭിച്ചുപോയി. പിന്നെ ഞാനൊരിക്കൽ കോളി മരച്ചില്ല കൊത്താൻ പരതാളിക്കാവിൽ കയറി. നിനക്കറിയാലോ, പോതിമാരുടെ തിരുമുടിയും അരയോടെയും മുറുക്കിക്കെട്ടാൻ കോളിനാര് തന്നെ വേണം. അങ്ങനെ കയറിയപ്പം ഞാൻ ഒരിക്കലും കണ്ടുകൂടാത്തത് കണ്ടു. നിൻ്റെ അമ്മയും ഏറ്റുടുക്ക ചന്ദനും. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന്, ഒന്നും കണ്ടിട്ടില്ല, എല്ലാം തോന്നിച്ചയാണ് എന്ന് മനസ്സിനെ സമാധാനിപ്പിച്ച് 2 അടി നടന്നു. എല്ലാം മറക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഏതോ കാട്ടുമൂർത്തി, കാട്ടുമുടന്തയോ കരിങ്കുട്ടിയോ ആയിരിക്കും, എൻ്റെ ദേഹത്ത് കയറി. അപ്പം ഞാൻ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. കോളിമരം കൊത്താനെടുത്ത വാക്കത്തിയുമായി ഞാൻ അവരുടെ മുമ്പിലേക്ക് പാഞ്ഞു. എൻ്റെ മനസ്സിൻ്റെ ഒരു മൂലയിൽ മാത്രമായി ചുരുങ്ങിപ്പോയ ഞാൻ വേണ്ടേ വേണ്ടേ എന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കാട്ടുമൂർത്തി കന്നക്കത്തി ആഞ്ഞു വീശി. ചന്ദൻ്റെ നേർക്കാണ് വീശിയതെങ്കിലും പെട്ടെന്ന് മുന്നോട്ട് കയറിയ സുശീലയുടെ കഴുത്തിലാണ് വെട്ടുകൊണ്ടത്. നിലവിളിയോടെ അവൾ താഴെ വീണു. ചന്ദൻ മരങ്ങൾക്കിടയിലൂടെ പാഞ്ഞു മറയുന്നത് കൺകോണിലൂടെ ഞാൻ കണ്ടു. ആ നിമിഷം കാട്ടുമൂർത്തി എന്നെ വിട്ടുപോയി. ഞാൻ വെറും പച്ച മനുഷ്യനായി. ചോരയിൽ കുളിച്ചു കിടന്ന സുശീലയെ വാരിപ്പുണർന്ന് ഞാൻ കുറേ നേരം കരഞ്ഞു. ജീവൻ ബാക്കിയില്ലെന്ന് കണ്ടപ്പോൾ വലിച്ചിഴച്ച് പരതാളിക്കാവിന് പിന്നാമ്പുറത്തുള്ള പൂച്ചപ്പാതാളത്തിലേക്ക് എറിഞ്ഞു. വേറൊരു വഴിയും എൻ്റെ മുമ്പിലുണ്ടായിരുന്നില്ല. പെരുവണ്ണാൻ നിശബ്ദനായി. കുറേ നിമിഷങ്ങൾ കഴിഞ്ഞ് മുഖം പൊന്തിച്ച് മകളെ നോക്കി. മോളെ, നീ വിശ്വസിക്കണം, നിൻ്റെ അമ്മേനെ വെട്ടിയത് ഞാനല്ല, ഏതോ കാട്ടുമൂർത്തിയാന്ന്. വേണമെങ്കിൽ നിൻ്റെ കാല് പിടിച്ച് ഞാൻ സത്യം ചെയ്യാം. പെരുവണ്ണാൻ ഏന്തി ഏന്തി കരയാൻ തുടങ്ങി. നിതീഷ അടിമുടി വിറയ്ക്കുന്നുണ്ടായിരുന്നു. നാവ് തൊണ്ടയിലേക്ക് താണുപോയതിനാൽ അവൾക്ക് കരച്ചിലും പുറത്തേക്ക് വന്നില്ല. നീണ്ടുനിന്ന നിശബ്ദതയെ പെരുവണ്ണാൻ വീണ്ടും മുറിച്ചു. വേറെ മംഗലം കഴിക്കാൻ ബന്ധുക്കാരെന്നെ കുറേ നിർബന്ധിച്ച്. പക്ഷേ സുശീലയെ മറക്കാൻ എനിക്ക് പറ്റിയില്ല. ഓൾ അത്രയ്ക്കും എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ ഈ ജന്മത്തിൽ വേറൊരു പെണ്ണ് എനിക്ക് കയറി വരാനില്ല. പിറ്റേന്ന് കാലത്ത് മുഖം കഴുകുന്നതും
ഉമിക്കരിയെടുത്ത് പല്ല് തേക്കുന്നതും കുളിച്ച് വന്ന് ഭജിക്കാനിരിക്കുന്നതും ചായ കുടിക്കാനിരിക്കുന്നതും അച്ഛനല്ല, പുതിയ മനുഷ്യനാണെന്ന് നിതീഷയ്ക്ക് തോന്നി. ചായ കുടി കഴിഞ്ഞ് ഒന്നും മിണ്ടാതെ പെരുവണ്ണാൻ പുതച്ചു മൂടിക്കിടന്നു. ആ കിടപ്പ് 4 നാൾ നീണ്ടു. തെയ്യത്തിന് വിളിക്കാൻ വന്ന വണ്ണന്മാരെയെല്ലാം പനിയെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. 5-ാം നാൾ കാലത്ത് പെരുവണ്ണാൻ എഴുന്നേറ്റു. കുളിച്ചു വന്ന് പടിഞ്ഞാറ്റയിൽ കയറി മാടായിക്കാവിലച്ചിയെയും തൊണ്ടച്ചനെയും 21 ഗുരുക്കന്മാരെയും വന്ദിച്ച് പുറത്തിറങ്ങി. ചായ കുടിക്കാൻ ഇരുത്തിയിലിരുന്ന് മകളോട് പറഞ്ഞു, മോളെ, നീ കുളിച്ചൊരുങ്ങിക്കോ. ഇന്ന് രാത്രിക്കാന്ന് നമ്മളെ നറക്കിലക്കാട് കോലത്തിൽ പുതിയോതി തെയ്യം. ഞാനല്ലേ കെട്ടിയാടി നിവർത്തിക്കേണ്ടത്. നീയും എൻ്റെ കൂടെ വന്നോ? ആടെ വേറെയും തെയ്യങ്ങളുണ്ടല്ലോ, എല്ലാം കണ്ട് പുലരുമ്പോൾ നമുക്ക് മടങ്ങി വരാം. നിതീഷ തല താഴ്ത്തി അപേക്ഷിച്ചു. അച്ഛൻ പോയിട്ട് വാ, ഞാനിവിടെ വാതിലടച്ച് നിന്നോളാം. പെരുവണ്ണാൻ്റെ ശബ്ദം കനത്തു. ഞാൻ പറയുന്നത് കേട്ടാ മതി. എൻ്റെ കൂടെ നീ കോട്ടത്തിലേക്ക് വാ. ഞാൻ അണിയലങ്ങൾ എടുത്ത് പേളിയേൽ വെക്കുമ്പോഴേക്കും ഒരുങ്ങിക്കോ, നേരണ്ട്. മനസ്സില്ലാ മനസ്സോടെ വേഗം കുളി കഴിച്ച് അലക്കിയ ചുരിദാറിട്ട് ഒരുങ്ങി വന്നു. പേളിക ചുമലിലേന്തി പെരുവണ്ണാൻ മുമ്പിൽ നടന്നു. നിഴൽ പോലെ പിന്നിൽ നിതീഷ. പരതാളിക്കാവും കാഞ്ഞിരക്കൂടും താണ്ടി നിരത്തിലെത്തിയപ്പോൾ പെരുവണ്ണാൻ മയത്തിൽ സംസാരിച്ചു തുടങ്ങി. നിനക്കറിയോ നിതീഷ, 1 കൊല്ലം ഞാൻ കൊയങ്ങിയപ്പോൾ മറ്റൊരാൾക്ക് പുതിയോദീനെ കെട്ടാനുള്ള അടയാളം കൊടുക്കാൻ നറുക്കിലക്കാട്ടെ ഊരാളന്മാർ നിശ്ചയിച്ചു. എന്നാൽ പ്രശ്നികൻ കവടി വാരി വലിച്ചു വെച്ചപ്പോൾ എന്താ സംഗതി? പുതിയോദിക്ക് ഞാൻ തന്നെ കെട്ടിയാടിയാൽ മതി, വേറെ ആരെയും തെളിയുന്നില്ല. ഞാനില്ലെങ്കിൽ തെയ്യം ആടിക്കണ്ടാന്ന് പുതിയോദി നേരറിവോൻ്റെ നാവിലൂടെ പറഞ്ഞു. ഇത്തവണയും ഞാൻ പോയില്ലെങ്കിൽ പുതിയോദി മുടങ്ങും. എനിക്ക് മനസ്സുണ്ടായിട്ടല്ല. ശിരസിൽ പുതിയോദീൻ്റെ തിരുമുടി ഏറ്റിയാൽ പിന്നെ 4-5 മണിക്കൂർ നേരം എല്ലാം മറക്കാലോ. ദേവലോകത്ത് കയറി നിന്ന പോലാണ്. മനുഷ്യൻ്റെ കാര്യങ്ങളൊന്നും പിന്നെ പൊന്തി വരിയില്ല. അതൊരാശ്വാസാ. നിതീഷ എല്ലാം കേട്ട് നടന്നു. ഒന്നും മിണ്ടിയില്ല. കോട്ടത്തെത്തുമ്പോൾ ഊരാളന്മാരും അന്തിത്തിരിയനും കലശക്കാരനും കണിയാനും കൊടകാരനും പന്തൽ ചമയിക്കുന്നവരും കനലാടികളുമെല്ലാം പടിക്കെട്ടിൽ വന്ന് ഭവ്യതയോടെ പെരുവണ്ണാനെ സ്വീകരിച്ചു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ മുഖ്യദേവതയായ പുതിയ ഭഗവതിയായി അവതരിക്കേണ്ട മനുഷ്യനാണ്. കനലാടികളിൽ ഒരാൾ പേളിക ഏറ്റുവാങ്ങി അണിയറയിൽ വെച്ചു. ചുറ്റും കൂടിയവരോടെല്ലാം ആഹ്ലാദത്തോടെ വിശേഷങ്ങൾ പങ്കുവെച്ച് പെരുവണ്ണാൻ കസേരയിലിരുന്നു. കോട്ടത്തിൻ്റെ പടി കയറിയതോടെ അച്ഛൻ ഊർജ്ജസ്വലനായ മനുഷ്യനായി മാറുന്നത് നിതീഷ വിസ്മയത്തോടെ നോക്കി നിന്നു. അണിയറയിലെ ചാണകം തേച്ച നിലത്ത് 2 മെടഞ്ഞോലക്കീറുകൾ ചേർത്ത് വിരിച്ച് പെരുവണ്ണാൻ കിടന്നു. രാത്രി മുഴുവൻ തീപ്പന്തങ്ങൾക്ക് നടുവിൽ ഉറഞ്ഞാടാനുള്ളതാണ്. വീരൻ തെയ്യത്തിൻ്റെ ഉടയാടകളണിഞ്ഞ ചെറുപ്പക്കാരനായ കനലാടി കണ്ണൻ പെരുവണ്ണാൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. ഉറക്കമുണർന്ന പെരുവണ്ണാൻ എഴുന്നേറ്റ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. തെയ്യം അരങ്ങിലേക്ക് പാഞ്ഞു ചെന്ന് പീഠത്തിലിരുന്ന് തിരുമുടി തലയിലേറ്റി. ചെണ്ടമേളം ഉച്ചത്തിലായി. തോർത്തെടുത്ത് ചുമലിലിട്ട് പെരുവണ്ണാൻ കോട്ടത്തിന് പിന്നിലെ തെയ്യക്കാർ മാത്രം കുളിക്കുന്ന പുരാതനമായ ചെറുകുളത്തിലേക്ക് നടന്നു. വീരൻ തെയ്യം ഉറഞ്ഞാടി വന്നാൽ പുതിയോതിയുടെ തോറ്റം അരങ്ങേറണം. കുളി കഴിച്ചു വന്ന പെരുവണ്ണാൻ അരയിൽ ചോപ്പെടുത്തു. കാലുകളിൽ ചിലമ്പും പറ്റും പാടകവും മണിക്കയലും അണിഞ്ഞു. ശേഷം കൈവളകൾ ചാർത്തി തലപ്പാളി തൊട്ടു തൊഴുത് ശിരസിൽ കെട്ടി 4 ദിക്കിനെയും വന്ദിച്ച് വീക്ക് ചെണ്ടയുമേന്തി പള്ളിയറ മുമ്പിലേക്ക് നടന്നു. അപ്പോൾ വിയർത്ത് കുളിച്ച വീരൻ തെയ്യം അണിയറയിലേക്ക് മടങ്ങുന്നുണ്ടായിരുന്നു. 1.5 നാഴിക നേരം കൊണ്ട് പുതിയോതിയുടെ തോറ്റം തീരും. വാളുയർത്തിപ്പിടിച്ച് നിരിപ്പിൽ ചാടുന്ന കോമരങ്ങളും ചെണ്ടയേന്തിയ കനലാടികളും പുതിയോതിയുടെ തോറ്റത്തെ കമനീയമാക്കി. ദൂരെ മാറി നിന്ന് തെയ്യമായി മാറിയ അച്ഛൻ്റെ ചടുലമായ ചുവടുകളെ നിതീഷ കണ്ടു. തെയ്യമായാൽ അച്ഛൻ വേറെ ഒരു ലെവലാണ്, അവൾ വിചാരിച്ചു. തോറ്റമാടിക്കഴിഞ്ഞ്
പള്ളിയറ മുമ്പിൽ നിന്നും അന്തിത്തിരിയൻ്റെ കയ്യിൽ നിന്ന് പെരുവണ്ണാൻ ഭക്തിയോടെ കൊടിയില വാങ്ങി. അണിയറയിലെത്തുമ്പോൾ വീരാളിത്തെയ്യം ഒരുങ്ങി നിൽക്കുന്നു. പെരുവണ്ണാൻ്റെ അനുഗ്രഹം വാങ്ങാതെ കനലാടികൾ ആരും മുടിയേറ്റാറില്ല. വീരാളിയുടെ കോലക്കാരൻ പെരുവണ്ണാൻ്റെ പാദങ്ങൾ തൊട്ടുവന്ദിച്ചു. പിന്നെ പള്ളിയറ മുമ്പിലേക്ക് ചിലമ്പുകളുതിർത്ത് കുതിച്ചു പാഞ്ഞു. കൊടിയിലയിലെ ദീപം തിരിയിൽ നിന്നും കുത്തുവിളക്കിലേക്ക് വെളിച്ചം പകർന്ന് ആ വെളിച്ചത്തിന് കീഴെ പുതിയോതി തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തിനായി കണ്ണൻ പെരുവണ്ണാൻ മലർന്നു കിടന്ന് കണ്ണടച്ചു. പെരുവണ്ണാൻ്റെ തലക്കൂത്തിരുന്ന് ഒരു കനലാടി മുഖത്തെഴുത്ത് ആരംഭിച്ചു. പാതിരാ വൈകുന്നേരം അനുഷ്ഠാനങ്ങൾ തീർത്ത് വീരാളിത്തെയ്യം മടങ്ങി വരുമ്പോഴേക്കും മുഖത്തെഴുത്ത് കഴിഞ്ഞ് പെരുവണ്ണാൻ പുതിയോതിയുടെ അണിയലങ്ങൾ അണിഞ്ഞു തുടങ്ങിയിരുന്നു. ഉടുത്തുകെട്ടിന് സഹായിക്കാൻ 4 കനലാടികൾ ചുറ്റും നിരന്നു. ഓലക്കാതണിഞ്ഞ ശേഷം അരിമ്പുമാല കെട്ടി ഗുരുകാരണവന്മാരെയും മാടായിക്കാവിലച്ചിയെയും സ്മരിച്ച് ഭക്തിയോടെ തലപ്പാളി ധരിച്ചു. പച്ചോലയുടെ അരയൊട മുറുക്കിക്കെട്ടി. പിന്നെ പള്ളിയറ മുമ്പിലേക്ക് ചിലമ്പു തീർത്ത് പെരുവണ്ണാൻ ഉറച്ച കാലടികളോടെ ചുവടുവെച്ചു. പള്ളിയറ നടയിലെ പീഠത്തിലിരുന്ന കണ്ണൻ പെരുവണ്ണാൻ്റെ ശിരസിൽ കനലാടികൾ പുതിയോതിയുടെ വമ്പൻ വട്ടമുടി വെച്ച് കെട്ടി. നീണ്ടു വളഞ്ഞ വെള്ളി എകിറുകൾ ധരിപ്പിച്ചു. അരയൊടയിലെ തീപ്പന്തങ്ങൾക്കും തിരുമുടിയിലെ കോത്തിരികൾക്കും തീ കൊളുത്തി. പെരുവണ്ണാൻ മുകുരദർശനം നടത്തുമ്പോൾ അന്തിത്തിരിയനും ജനസഹസ്രവും തെയ്യത്തിന് അരിയെറിഞ്ഞു. ചീനിക്കുഴലും ചെണ്ടമേളവും ഉയർന്നു. അതോടെ കണ്ണൻ പെരുവണ്ണാൻ എന്ന മനുഷ്യൻ പുതിയ ഭഗവതിയായി. ഇനി 3-4 മണിക്കൂർ നേരം പെരുവണ്ണാനില്ല, പുതിയ ഭഗവതി മാത്രം. തീപ്പന്തങ്ങളുടെ നടുക്ക് ജ്വലിച്ചുറയുന്ന പുതിയോതിയെ കണ്ട് ഭക്തജനങ്ങൾ തൊഴുതു വണങ്ങി. ഉറച്ചിലിനു ശേഷം ചേടകമെന്ന വാളും എടുത്ത എന്ന പരിചയം വീശിക്കൊണ്ട് ആളുകൾക്കിടയിലൂടെ ഭഗവതി രക്ഷകയെപ്പോലെ നീങ്ങി. കുറച്ചു നേരം കൂടി നിതീഷ പുതിയോതിയെ കണ്ടുനിന്നു. വല്ലാതെ ക്ഷീണം തോന്നിയപ്പോൾ അണിയറയിലേക്ക് നടന്നു. അവിടം വിജനമായിരുന്നു. അച്ഛൻ മുഖത്തെഴുത്തിന് കിടന്ന അതേ ഓലക്കീറിൽ കിടന്നു. 4-5 ദിവസത്തെ ഉറക്കം ഒറ്റയടിക്ക് അവളെ അബോധത്തിലേക്ക് മുക്കിക്കളഞ്ഞു. ഇച്ചിര വല്യമ്മ കുലുക്കി വിളിച്ചപ്പോൾ നിതീഷ ഞെട്ടി ഉണർന്നു. എന്തൊരുറക്ക കുഞ്ഞുമോളെ, പെണ്ണുങ്ങളെല്ലാം കുറി മേണിക്കുന്നു, നിനക്ക് പുതിയോതിയെ തോത് കുറി മേണിക്കണ്ടേ? അവൾ ചാടി എഴുന്നേറ്റു. 2-3 മണിക്കൂർ ഉറങ്ങിക്കാണും. ഇച്ചിര കൈപിടിച്ച് തെയ്യത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. നിതീഷ കണ്ടു, തൻ്റെ അച്ഛനല്ല, വിളങ്ങി നിൽക്കുന്നത് നാട്ടുപരദേവതയായ പുതിയോതിയാണ്. തളികയിലെ മഞ്ഞക്കുറി അരയാലിലയിൽ ഇത്തിരി കോരിയെടുത്ത് നിതീഷയുടെ ഉള്ളം കൈയിൽ വെച്ച് വിരലുകൾ ഗ്രഹിച്ച് ഭഗവതി അലിവോടെ അരുളി. എന്താ പൈതങ്ങളെ, ക്ഷേമം തന്നെയല്ലേ? നിതീഷ തലകുലുക്കി. ഭഗവതി തുടർന്നു. മേലോട്ട് നോക്കുമ്പം ആകാശം, താഴോട്ട് നോക്കുമ്പം ഭൂമി, എടംവലം നോക്കുമ്പോൾ ആരുമില്ല എന്ന സങ്കടം വേണ്ട കേട്ടോ. എൻ്റെ ഇതൊരു വലമുല ചുരന്നിരിക്കുന്നതായ ക്ഷീരം പകർന്ന് എന്നെയും ഞാൻ കാത്തു രക്ഷിച്ചോളാം കേട്ടോ. ഗുണം വരണം, ഗുണം വരണം. തെയ്യത്തിൻ്റെ അരുളപ്പാടുകൾ നിതീഷയുടെ കണ്ണ് നനയിച്ചു. തൊണ്ടയിടറി. എല്ലാ പൈതങ്ങൾക്കും കുറി കൊടുത്തു കഴിഞ്ഞതോടെ ശേഷിച്ച ചടങ്ങുകൾ അനുഷ്ഠിച്ച് തെയ്യം തിരുമുടി അഴിക്കാൻ തലകുനിച്ചു. പുതിയോതി കണ്ണൻ പെരുവണ്ണാനായി, പച്ച മനുഷ്യനായി. ജനക്കൂട്ടം പിരിഞ്ഞു തുടങ്ങി. കുറച്ച് ആണുങ്ങൾ മാത്രം തട്ടകത്തിൽ ബാക്കിയായി. ഇനി കോലത്തിന്മേൽ കോലമാണ്. പുതിയോതിയെ കെട്ടിയ കണ്ണൻ പെരുവണ്ണാൻ തന്നെ വട്ടമുടിക്ക് പകരം കൊണ്ടൽമുടി വെച്ച് കുറച്ചു നേരം ഭദ്രാളി തെയ്യമായി ഉറഞ്ഞു തുള്ളും. ഭദ്രാളി എന്നാൽ സാക്ഷാൽ ഭദ്രകാളി, സംഹാരരുദ്രയായ തെയ്യം. പെണ്ണുങ്ങൾ ഒരിക്കലും ദർശിക്കാൻ പാടില്ലാത്ത തെയ്യം. നർക്കിലക്കാട്ട് കോട്ടത്തിൽ പണ്ടേ അങ്ങനെയാണ്. പുതിയോതിയുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഒരുവിധം ആണുങ്ങളും വേഗം സ്ഥലം കാലിയാക്കും. അരയോടെയും അണിയലങ്ങളും അഴിച്ചു കളഞ്ഞ് വിയർത്തൊലിച്ച പെരുവണ്ണാൻ ഓലക്കീറിൽ മലർന്നു കിടന്നു. വിശ്രമിക്കാൻ അരനാഴിക നേരമുണ്ട്. കോട്ടത്തിൽ നിന്നും പെണ്ണുങ്ങൾക്ക് പലായനം ചെയ്യാനുള്ള നേരം കൂടിയാണത്. നിതീഷ കുന്തിച്ചിരുന്ന് അച്ഛനെ തൊട്ട് വിളിച്ചു.
പെരുവണ്ണാൻ മിഴി തുറന്നു. എന്തേ? ഇച്ചിരി വല്യമ്മ വിളിക്കുന്നു. ഞാൻ ഒപ്പരം പോയിക്കോട്ടെ? വേണ്ട മോളെ, നമുക്കൊക്കെ പോകാം. അതെങ്ങനാച്ചാ? പെണ്ണായ എനക്ക് ഈടെ നിൽക്കാൻ പാടുണ്ടോ? അതിന് വഴിയുണ്ടാക്കാം. നീ പുറത്ത് നിൽക്ക്, ഞാനിപ്പോൾ വരാം. നിതീഷ അമ്പരപ്പോടെ പുറത്തേക്ക് നടന്നു. 3-4 മിനിറ്റ് കഴിഞ്ഞ് പെരുവണ്ണാൻ ഒരു ചൂട്ടിന് തീ പിടിപ്പിച്ച് പുറത്തിറങ്ങി. വട്ടത്തിലിരുന്ന് ഇളനീര് പൂളി തിന്നുന്ന കനലാടികൾ ആ പോക്ക് ശ്രദ്ധിച്ചില്ല. എൻ്റെ കൂടെ വാ. കോട്ടത്തിന് പിന്നിലെ ചെറുകുളത്തിനരികിലെ പുല്ലാഞ്ചിക്കാട്ടിലേക്ക് പെരുവണ്ണാൻ നടന്നു. നിതീഷ പിന്നാലെ നടന്നു. അയാൾ ഉള്ളിലേക്ക് നൂണ് ചൂട്ട് വീശി കാണിച്ചു. നീ ഈട പതുങ്ങിക്കോ, കുറച്ച് നേരല്ലേ വേണ്ടൂ, ഞാൻ വന്ന് കൂട്ടിക്കോളാം. അവൾ തലകുലുക്കി ഭയത്തോടെ ചുറ്റും നോക്കി. ചൂട്ടുവെളിച്ചത്തിൽ തെളിഞ്ഞ പെരുമ്പാമ്പ് പോലെ വളഞ്ഞു പുളഞ്ഞ് നിലം പറ്റിക്കിടന്ന മരത്തടിമേൽ അവൾ ഇരുന്നു. ചൂട്ട് കുത്തിക്കെടുത്തി പെരുവണ്ണാൻ അണിയറയിലേക്ക് നടന്നു. ചായില്യം കുറച്ചുകൂടെ കവിളിലും കീഴ്ത്താടിയിലും തേച്ച് പിടിപ്പിച്ചു. അണിയലങ്ങൾ അണിയാൻ ഒക്കത്തോറ്റക്കാർ ചുറ്റും നിന്ന് സഹായിച്ചു. ഒരാൾ ഭദ്രകാളിയെ സ്തുതിച്ച് തോറ്റം തുടങ്ങി. മറ്റൊരു കനലാടി വീക്ക് ചണ്ടയിൽ താളം പിടിച്ചു. അരയോടെ അണിഞ്ഞ് പെരുവണ്ണാൻ പള്ളിയറ മുമ്പിലേക്ക് പാഞ്ഞു. വലം ചുറ്റി വന്ന് 4 ദിക്കിനെയും വന്ദിച്ച് പീഠത്തിൽ ആസനസ്ഥനായി. കൊണ്ടൽ മുടിവെച്ച് മുരുകദർശനം കഴിഞ്ഞപ്പോൾ പെരുവണ്ണാൻ ഭദ്രകാളി തെയ്യമായി. രൗദ്രഭാവം പൂണ്ട് ഭദ്രാളി ഉറഞ്ഞു തുള്ളി. ചേടകവാൾ വീശിപ്പിടിച്ച് ആണുങ്ങളുടെ നേർക്ക് പാഞ്ഞു. ആളുകൾ പ്രാണഭയത്തോടെ പിൻവാങ്ങി നിന്നു. പള്ളിയറ മുമ്പിലേക്ക് കുതിച്ചു വന്ന് അന്തിത്തിരിയനോട് കലമ്പി. എവിടെ അന്തിത്തിരിയ എനക്ക് കൽപ്പിച്ച ഉദിരം? അന്തിത്തിരിയൻ പരിഭ്രമത്തോടെ തെക്കേ മൂലയിൽ കൂട്ടിയ കോഴികളിലേക്ക് നോക്കി വാ പൊത്തി പറഞ്ഞു. ഉദിരം ഒരുക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഭഗവതി മൂക്ക് വിടർത്തി. അന്തിത്തിരിയ, ഒരു പെണ്ണിൻ്റെ മണം വരുന്നുണ്ടല്ലോ. അന്തിത്തിരിയൻ അമ്പരപ്പോടെ ചുറ്റും നോക്കി. പെണ്ണോ? ആൺകൂട്ടവും ചുറ്റും നോക്കി. തട്ടകത്തിൽ പെണ്ണിൻ്റെ പൊടി പോലുമില്ല. അന്തിത്തിരിയൻ ഇല്ലെന്ന് തലയാട്ടി. തെയ്യം പരിഹസിച്ചു. മനുഷ്യങ്ങൾക്ക് കിട്ടില്ല മണം, ഞാനറിയും പെണ്ണിൻ്റെ മണം. പള്ളിയറയെ ഓടി വലം വെച്ച് വന്ന് ഭദ്രകാളി അരുളി. നല്ലവണ്ണം പൗത്തതായ കദളിവാഴക്കുലയുടെ മണം വരുന്നുണ്ടല്ലോ അന്തിത്തിരിയ. അന്തിത്തിരിയൻ കൈമലർത്തി. ദ്രംഷ്ടകൾ മിന്നിച്ച് ഭഗവതി ക്രൂരമായ ചിരി ചിരിച്ചു. ഊരാളന്മാരെ, അന്തിത്തിരിയ, ഞാനൊരു കദളിക്കുല പൗക്കാൻ വെച്ചിട്ടുണ്ട്, അതെടുത്ത് പപ്പിടണ്ടേ? പെട്ടെന്ന് തെയ്യം വാളുയർത്തിപ്പിടിച്ച് അലറിക്കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. ചൂട്ടുകൾ ഉയർത്തിപ്പിടിച്ച് കനലാടികളും കർമ്മികളും പിന്നാലെ ഓടി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. പുല്ലാഞ്ചിക്കാട്ടിന് നേർക്കാണ് ഭദ്രകാളി തെയ്യം അലറിപ്പാഞ്ഞത്. ബഹളം കേട്ട് പുറത്തേക്ക് നോക്കിയ നിതീഷ കണ്ടത് ചൂട്ടുകളുടെ വെളിച്ചത്തിൽ ഭദ്രാളി പാഞ്ഞു വരുന്നതാണ്. അവളുടെ കണ്ണുകൾ തുറിച്ച് അനക്കമറ്റു. ഉടൽ മരവിച്ചു. പുല്ലാഞ്ചിക്കാടിലേക്ക് നൂണ് കയറി തെയ്യം അകത്തിരുന്ന പെണ്ണിനെ മുടിക്കെട്ടിൽ പിടിച്ച് ഇടം കൈയാൽ പൊക്കിയെടുത്തു. ഇളം കഴുത്തിലേക്ക് വലം കൈയിലെ വാൾ ആഞ്ഞു വീശി. അലർച്ചയും നിലവിളിയും ചോരയും ഒരുമിച്ച് ചുറ്റും ചിതറിത്തെറിച്ചു. ഇതോടുകൂടി അംബികാസുധൻ മാങ്ങാട് എഴുതിയ ഉദിരം എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല കഥകൾ കേൾക്കാൻ പ്രവിജാസ് വായനലോകം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നന്ദി, നമസ്കാരം.